നഗരസഭയിൽ 2026-27 വർഷത്തെ ബജറ്റ് വൈസ് ചെയർപേഴ്സൺ പ്രിൻസ് വാക്കി അവതരിപ്പിച്ചു. 71,67,100 രൂപ മുന്നിരിപ്പും 83,05,47,800 രൂപ വരവും 84,76,63,900 രൂപ ചിലവും 54,55,05,000 രൂപ നീക്കിയിരിപ്പുമുള്ള ബജറ്റാണ് കൌൺസിൽ പാസാക്കിയത്. ലൈഫ് പദ്ധതിക്ക് നഗരസഭാ വിഹിതമായി 1 കോടി രൂപ, ടൗൺഹാൾ നിർമ്മാണത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 2 കോടി, പൊതുശ്മശാനത്തിന്റെ ലാൻഡ്സ്കേപ്പിംഗ് പ്രവർത്തനങ്ങൾക്ക് 50 ലക്ഷം രൂപയും വകയിരുത്തി. നഗരസഭാ പരിധിക്കുള്ളിലെ താമസക്കാരായ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലുള്ളവർക്കും പിന്നോക്ക വരുമാനക്കാരായ തദ്ദേശവാസികൾക്കും ക്രിമേഷനും ആംബുലൻസ് സൗകര്യവും സൗജന്യമായി നൽകും. വിവിധ കുടിവെള്ള പദ്ധതികൾക്കായി 1 കോടി, ബസ് സ്റ്റാൻഡ് ബിൽഡിംഗിന്റെ കാലപ്പഴക്കം മൂലം പൊളിച്ചുമാറ്റി തൽസ്ഥാനത്ത് പുതിയ കെട്ടിടം പണിയുന്നതിന് 6 കോടി, മുൻ വർഷങ്ങളിൽ പ്രവർത്തികൾ ഏറ്റെടുത്ത് പൂർത്തിയാക്കിയ കരാറുകാർക്ക് കൊടുത്തു തീർക്കാനുള്ള തുക 70 ലക്ഷം, ഓഫീസ് നവീകരണത്തിന് 1.5 കോടി രൂപ എന്നിങ്ങനെയും വകയിരുത്തി. ABC സെന്റർ ആരംഭിക്കുന്നതിനും തെരുവുനായ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷണത്തിനുമായി ഷെൽട്ടർ സംവിധാനം ഒരുക്കുന്നതിന് 25 ലക്ഷം രൂപയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ മേഖലയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട സ്കൂളുകളുടെ നവീകരണത്തിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കും 85 ലക്ഷം രൂപയും വകയിരുത്തി. കൂടാതെ കാർഷിക ഉൽപാദന മേഖലകളിൽ 1.27 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ആരോഗ്യമേഖലയിൽ ഡയാലിസിസ് നടത്തുന്ന വൃക്കരോഗികൾക്കും ക്യാൻസർ രോഗികൾക്കും ചികിത്സാ ധനസഹായം നൽകുന്നതും ഉൾപ്പെടെയുള്ള താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾക്കായി 1.5 കോടി രൂപ, വെണ്ടുവഴി വെൽനസ് സെന്ററിന് സ്ഥലം വാങ്ങുന്നതിന് 30 ലക്ഷം രൂപ, പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾക്കായി 14 ലക്ഷം രൂപ, ICU സൗകര്യമുള്ള അത്യാധുനിക ആംബുലൻസ് വാങ്ങുന്നതിന് 25 ലക്ഷം രൂപ, ശുചിത്വ നഗരം, സീവേജ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാൻ എന്നിവ സ്ഥാപിക്കുന്നതിന് DPR തയ്യാറാക്കുന്നതിന് 10 ലക്ഷം രൂപ എന്നിങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അയ്യപ്പൻ മുടിയുടെ സാധ്യതകൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തി കോതമംഗലത്തെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള പദ്ധതിയുടെ DPR തയ്യാറാക്കുന്നതിന് 10 ലക്ഷം, കായിക മേഖലയുടെ ഉന്നമനത്തിനായി രാമല്ലൂർ, കറുകടം, പുതുപ്പാടി എന്നിവിടങ്ങളിൽ സ്ഥലം വാങ്ങി മിനി സ്റ്റേഡിയം നിർമ്മാണത്തിന് 1.5 കോടി രൂപ പ്ലാൻ ഫണ്ടിൽ നിന്നും 1 കോടി രൂപ തനത് ഫണ്ടിൽ നിന്നും വകയിരുത്തി. കൂടാതെ പുറമ്പോക്ക് നിവാസികൾക്ക് സ്ഥലവും വീടും നൽകുന്നതിന് തുക മാറ്റിവെച്ചു. കാർഷിക, പാർപ്പിട, കുടിവെള്ള, കായിക, ആരോഗ്യ മേഖലകൾക്കും ശുചിത്വ മാലിന്യ സംസ്കരണത്തിനും തുല്യ പ്രാധാന്യം നൽകി പ്രാദേശിക സാമ്പത്തിക വികസനത്തിന് ഊന്നൽ നൽകിയുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. ഈ നഗരസഭാ ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം നിരവധിയായിട്ടുള്ള പോരായ്മകൾ, ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഏകദേശം 14 വർഷമായി. അപ്പോൾ ചില പോരായ്മകളുണ്ട്. അപ്പോൾ അതിൻ്റെ നവീകരണത്തിന് വേണ്ടിയും അതോടൊപ്പം തന്നെ നഗരസഭാ കാര്യാലയത്തിൽ എന്തെങ്കിലും ആവശ്യങ്ങളുമായിട്ട് കടന്നു വരുന്ന പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആവശ്യങ്ങൾ വളരെ പെട്ടെന്ന് നടത്തിയെടുക്കുന്നതിനൊക്കെ വേണ്ടിയായിട്ട് ഈ നഗരസഭാ ഓഫീസിൻ്റെ നവീകരണത്തിന് വേണ്ടി 1.5 കോടി രൂപ നമ്മൾ ഈ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ നഗരസഭാ അതിർത്തിക്കുള്ളിലുള്ള പൊതുവിദ്യാഭ്യാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള സർക്കാർ സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അവർക്ക് ഫർണിച്ചർ ഉൾപ്പെടെയുള്ള ലാപ്ടോപ്പുകൾ അടക്കമുള്ള അവരുടെ പ്രധാന അധ്യാപകരും PTA കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയുള്ള തുക നമ്മൾ ഈ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. കൗൺസിൽ യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ഭാനുമതി രാജു അധ്യക്ഷത വഹിച്ചു.